ദൈവനാമമായിരിക്കട്ടെ. റഹ്മത്ത് ഇന്റർനാഷണൽ ഫംഗ്ഷൻ സെന്ററിന്റെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ലൈവ് ശ്രമിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ സ്നേഹമാണ്. തുടർന്ന് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചാർപ്പിക്കാം. ഹല്ലേലൂയ. അടിമകളെ സ്നേഹിക്കുന്ന സർവ്വസ്നാനുള്ള പിതാവേ, ഇന്ന് പകരം സർവ്വസ്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാട്ട്, ആരാധന, പ്രസംഗം എല്ലാം യുദ്ധമുള്ള യാഗമായി ദൈവസ്വരൂപയിൽ ഞങ്ങളെ സഹായിക്കുമാറാമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതായി ഐക്യമായി തീരുമാനമാറാമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഐക്യമാറാമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ യേശുവിന്റെ നാമത്തിൽ തന്നെ തുടർന്നുള്ള കുഞ്ഞുങ്ങളെ മനസ്സിലാക്കും. Thank you.
സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 1 മുതൽ 10 വരെയാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 1 മുതൽ 10 വരെ. അനവധി സമ്പത്തിലും സത്കീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ.
വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും ചുടുക്കുമുണ്ട്, തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും, അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അവധിക്ക് കൊടുക്കുന്നതുമല്ലോ. പരിഹാസിയെ നീക്കിക്കളയുക, അപ്പോൾ പിണക്കം പോയിക്കൊള്ളും, കലഹവും നിന്നെയും നിന്നുപോകും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. IPC ക്രൈസ്റ്റ് എറണാകുളം വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ഈ യൂത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വലിയവനാകുന്ന കർത്താവ് അടിയനെ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. ഈ ചർച്ചയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾ, ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിമിഷത്തെ ചിന്തയായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകവും അതിന്റെ 39-ാം അധ്യായം 39-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് ജോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും യുവജനങ്ങളാകുമല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ജോസഫിനെ നാം മാതൃകയാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്കറിയാം, 37-ാമത്തെ അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ ജോസഫിന് 17 വയസ്സ് എന്നുള്ള ആ ഒരു പ്രായം കാണുന്നുണ്ട്. നോക്കണമേ, 17 വയസ്സെന്ന് പറയുമ്പോൾ വളരെ തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. മധുരം 17 എന്നൊക്കെ പറയുമ്പോൾ തന്നെ ലോകമോഹത്തിന്റെയും ഇമ്പത്തിലൊക്കെ വീട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന ഒരു പ്രായമാണ് 17-ാമത്തെ വയസ്സ്. എന്നാൽ ഈ സമയത്ത് അപ്പൻ ഏറ്റവും ഇഷ്ടപുത്രനായി ജോസഫ് കുടുംബത്തിൽ വളരുകയാണ്. മറ്റുള്ള സഹോദരന്മാരെക്കാട്ടിൽ ഏറ്റവും ഉന്നതനായി പ്രിയപ്പെട്ടവനായിട്ട് ജോസഫ് ആ കുടുംബത്തിൽ വളർന്നു വരികയാണ്. തന്റെ സഹോദരന്മാർ ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, മറ്റു ദുർസ്വഭാവങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ ജോസഫ് അവിടെ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ജീവിതമായി, ഒരു വിജയത്തിന്റെ ചിഹ്നമായി, വിശുദ്ധിയുടെ ചിഹ്നമായ കുടുംബത്തെ മാതൃകയുള്ളവനായിട്ട് വളരുകയാണ്. അതുകൊണ്ട് അപ്പൻ എന്താ അവനോട് വളരെ സ്നേഹം തോന്നി നല്ല നിറയൊക്കെ കൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നോക്കണമേ പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ദൈവത്തിന് വലിയ സ്നേഹമുണ്ട്. കർത്താവിന്റെ വചനത്തിൽ ജീവിക്കുന്ന ദൈവ കുഞ്ഞിനോട് ദൈവത്തിന് ഒരു അടുപ്പമുണ്ട്, ഒരു പ്രിയമുണ്ട്. അതിന് ഒരു നിഴലാണ് ഈ ജോസഫ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഈ ഒരു പ്രായഘട്ടത്തിൽ പോകേണ്ട സാഹചര്യത്തിൽ ജോസഫ് പോയെങ്കിലും തന്റെ ദൈവത്തോടുള്ള കൽപ്പന അവൻ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പ്രിയമുള്ള യുവജനങ്ങളെ, നാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് അതേ തകർച്ചയുടെ ലോകമാണ്. പാപത്തിന്റെ കുഴിയുടെയും കെണികളും ഇന്റർനെറ്റ് വലകളും മൂടക്കെട്ട് കിടക്കുന്ന ഒരു വലിയ ആഴമുള്ള കുഴിയാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ നാം പഠിക്കുന്ന സ്കൂളുകളിലും നമ്മുടെ ഭവനത്തിലും
ദൈവത്തിന് നമ്മോട് പ്രത്യേകമാകുന്ന സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങി വരാം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്തതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുണ്ട് എന്നും അവൻ യജമാനൻ കണ്ടു. അപ്പോൾ യഹോവ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ പോകുന്ന എല്ലാ പാതയിലും ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഉണ്ടായിരിക്കും. ഈ ലോകത്തിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സമൂഹം, നാം ആയിരിക്കുന്ന നമ്മുടെ സഭകൾ, ഈ സഭയുടെയും സൊസൈറ്റിയുടെയും മാതാപിതാക്കളുടെയും കൂടെ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് നാം മാതൃകയുള്ളവരായി തീരണം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കണ്ട് പറയാൻ സാധിക്കും, ദൈവം ഇവനോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പോത്തിഫോറിന്റെ ഭവനത്തിനകത്തും പരീക്ഷണങ്ങൾ വന്നിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും ഞാൻ ദൈവത്തോട് ഈ മഹാദോഷം പ്രവർത്തിച്ച് എങ്ങനെ പാപം ചെയ്യുമെന്ന് ജോസഫിന്റെ അകത്തളത്തിൽ പറയുവാനുള്ള ചങ്കൂറ്റം, അത് ദൈവത്തോട് അവനുള്ള പാതിവ്യമാണ്, ഒരു ലോയലിറ്റിയാണ്, ഒരു വിശ്വസ്തതയാണ്. അത് അത്ര ഉന്നതയിരിക്കുന്ന പോത്തിഫറിനെ പോലും ജോസഫിനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 17ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തോടുള്ള ആത്മീയമാകുന്ന സ്നേഹം, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രാപിക്കുവാണെങ്കിൽ അതുപോലെ പ്രമാണിക്കുവാൻ ജോസഫ് കാണിച്ച മനസ്സിന്റെ ധൈര്യമാണ് പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് പരീക്ഷണങ്ങൾ വന്നിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും അപമാനങ്ങൾ വന്നിട്ടും അവനെ തളർത്തിക്കളയുവാൻ ആർക്കും കഴിഞ്ഞില്ല. കാലഘട്ടത്തിനകത്ത് കൊണ്ടിട്ടെങ്കിലും അവിടെയും തകർക്കുവാൻ സാധിച്ചില്ല. കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള യുവജനങ്ങളെ, നാം എത്ര പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രലോഭനങ്ങൾക്ക് നമ്മളെ ജയിക്കാൻ സാധിക്കത്തില്ല, ഒരു പാപത്തിന് നമ്മളെ ജയിക്കാൻ സാധിക്കത്തില്ല. ഒന്നാമത് നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. രണ്ടാമത് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മൂന്നാമത് നാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം. നാലാമത് നാം അഭിഷേകത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അഞ്ചാമത് നാം ആരാധന ജീവിക്കുന്നവരായിരിക്കണം. അനേക യുവതിയുവാക്കളെ തകർന്ന് തരിപ്പണമായി ലോകത്തിന്റെ പ്രണയബന്ധത്തിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിനകത്ത് തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ജോസഫിനെ പോലെ നിൽക്കുന്ന ചിലരെ വേണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ യൂത്ത് മീറ്റിംഗിൽ ദൂത് കൈമാറുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ജോസഫിനെ പോലെ നിൽക്കണം, പാപം ചെയ്യുന്ന സാഹചര്യം വന്നാലും പ്രലോഭനം വന്നാലും എനിക്ക് ദൈവത്തോട് മുറുകെ പിടിക്കണം, ആ പാതിവത്തിൽ മുറുകെ പിടിക്കണം, ആ വിശ്വസ്തത മുറുകെ പിടിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പോകുന്ന ഓരോ പാതയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടാകും, ദൈവത്തിന്റെ കൃപയുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് സ്വന്തം സഹോദരന്മാർക്കും കുടുംബത്തിന് പോലും ജോസഫിനെ തകർത്ത് കളയുവാൻ സാധിക്കാതെ വന്നത്. ആ കുഴിക്കകത്തിട്ടായും അവിടെ നിന്ന് വലിച്ചു കയറ്റിയ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സാന്നിധ്യം ജോസഫിനോട് കൂടെ ഉണ്ടെങ്കിൽ നാം ജീവിതത്തിൽ ഈ ലോകമാകുന്ന കൊടി ആരൊക്കെ തള്ളിയിട്ടാലും അവിടെ നിന്ന് നമ്മളെ കൈവോക്കുന്ന ഉയർത്തുന്ന അതുകൊണ്ട് ജോസഫിനെ പോലെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിക്കുന്ന ദൈവദാസനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചൊല്ലുന്നു. തുടർന്ന് നമുക്ക് ആരാധന കൈസമയങ്ങളെ വേർതിരിക്കാം. നമുക്ക് കടന്നു ദൈവത്തെ ആരാധിക്കാം. തുടർന്നുള്ള ആരാധന വേണ്ടി സാലുവിനെ പ്രവേശിച്ചു. സ്തോത്രം കൊടുത്താട്ടെ. ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു നാളും നമ്മുടെ അനർത്ഥങ്ങളിലൂടെ കടന്നു പോയാലും ഏത് പ്രതിസന്ധികളും കടന്നു പോയാലും ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും വേറെ ഒന്നാണ്. ഈ ലോകത്തിൽ മറ്റൊന്നിനേക്കാളും എത്രയൊക്കെ സമ്പാദിച്ചാലും
എത്രയൊക്കെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോയാൽ, ഏതൊക്കെ രീതികൾ മേഖലകളിൽ ഉയർന്നു പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരാളില്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു ശൂന്യമെന്ന് പകർക്കാൻ ഞാൻ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷത്തോടെ നമുക്ക് കർത്താവ് ഏത് നന്മകളെ ഓർത്ത് നോക്കി ജീവിതത്തിൽ നമ്മൾ എവിടെ കിടന്നതാണ്, ഏതൊക്കെ രീതിയിൽ ജീവിച്ചതാണ്. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നതോ എന്റെ അനുഭവം അത് തന്നെയാണ്. ഇത് ഞാൻ ഇവിടെ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് എന്റെ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ പ്രസ്താവിക്കുന്നുവെങ്കിൽ അതെന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമായി ഞാൻ ഈ നിമിഷം ചിന്തിച്ചു പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം ചെയ്ത നന്മകളെ നമുക്ക് ഇന്ന് പകൽക്കാലം പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. Hallelujah.
സ്തോത്രം. Praise the Lord. Hallelujah. കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. Praise the Lord. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് പകൽക്കാലസന്നിധിയിലായിരിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് സ്വർഗീയ പിതാവേ തിരുവിതം കാലം ആലപിക്കുക. ദൈവത്തിന് മഹത്വപ്പെടുത്താം. സ്തോത്രം. Praise the Lord. Hallelujah. Sorry.
കുഞ്ഞുങ്ങളെ പാട്ടുപാടി എന്നുള്ള വചനം കേട്ടു. ആത്മാവിൽ ഇത്രത്തോളം തന്നെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുന്നതിനെ തുടർന്ന് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ തക്കം വെച്ച് മുന്നോട്ട് ക്ഷണിച്ചു. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗനരകർത്താവേ, പരിശുദ്ധ പാൽപ്പാത്തിനായി ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വർഷമായി കർത്താവേ കർത്താവേ ഹല്ലേലൂയ. പലകാലം കുഞ്ഞുങ്ങളെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്വർഗ്ഗത്തെ ദൈവം സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം പൊന്നേരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. കർത്താവെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ. സാക്ഷാത്കാരം പറയാൻ ദൈവം സഹായിച്ചതിനാൽ ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ സദസ്യ വാക്യത്തിൽ കർത്താവേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ആവശ്യമായ വചനം കേൾക്കാൻ ദൈവം സഹായിച്ചു.